ഇലക്ഷന്റെ സമയത്ത് വാർത്തകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമാശകൾ, ട്രോളുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചീത്ത പറച്ചിൽ, അതായത് ജനങ്ങൾക്ക് ട്രിഗർ ചെയ്യുന്ന പക്ഷെ ജനങ്ങൾക്ക് വലിയ ഗുണമൊന്നും ഇല്ലാണ്ട വാർത്തകളാണ് വലിയ വലിയ ഫ്ലെക്സ് ആയിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരിക. അത് അവരുടെ താല്പര്യം, അതവിടെ കിടക്കട്ടെ. പക്ഷെ അതിന് ഇടയ്ക്ക് ഈ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ടപ്പ് എന്നൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കട്ടെ. ആ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം, അത് ആരധികാരത്തിൽ വന്നാലും ഏത് സ്ഥാനാർത്ഥികൾ വന്നാലും ആര് ജയിച്ചാലും അവരവരുടെ മണ്ഡലങ്ങളിലൊക്കെ ഈ സ്റ്റാർട്ടപ്പ് എന്നുള്ള സംഭവത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് വോട്ടർമാരെന്നുള്ള രീതിയിൽ അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന സമയത്ത് 10-32 വർഷം മുമ്പേ ഞാനൊരു സ്റ്റാർട്ടപ്പ്, അന്ന് സ്റ്റാർട്ടപ്പ് എന്നുള്ള വാക്കൊന്നുമില്ല, ഇത് ബിസിനസ്, കമ്പ്യൂട്ടർ അസംബിൾ ചെയ്ത് വിൽക്കുന്നൊരു പരിപാടി. അതുമാത്രമല്ല, കമ്പ്യൂട്ടർ തൊട്ട് സോഫ്റ്റ്വെയർ തൊട്ട് ചെമ്മീൻ കൃഷി വരെ ശ്രമിച്ച് എല്ലാം പൊളിഞ്ഞ് പാളീസായതിനു ശേഷമാണ് നാട്ടിൽ നിന്ന് വിട്ടത്. അങ്ങനെ വരെ ദുബായി പോയി, UK പോയി, ഒക്കെ കൂടി അമേരിക്കയിലെത്തി. അപ്പോൾ ഒരു ധാരണ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ബിസിനസ്സൊക്കെ ചെയ്യാൻ നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല, ബിസിനസ്സൊന്നും നടന്നില്ല എന്നൊക്കെ പറഞ്ഞ് നാടിനെ കുറ്റം പറയാനാണ്. പിന്നെ ഞാൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും ബിസിനസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച്, അമേരിക്കയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ച് എല്ലായിടത്തും പരാജയപ്പെട്ടപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഞാൻ ബിസിനസ് ചെയ്യാൻ നോക്കിയിട്ട്, സ്റ്റാർട്ടപ്പ് ചെയ്യാൻ നോക്കിയിട്ട് പൊളിഞ്ഞ് പാളീസാവാൻ കാരണം നാടിൻ്റെ പ്രശ്നമല്ല, എൻ്റെ കഴിവുകേടാണുള്ളത്. മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ കഴിഞ്ഞൊരു 4-5 പ്രോബ്ലി അബൌട്ട് 6 years ഞാൻ ധാരാളം കേരളത്തിലുള്ള സ്റ്റാർട്ടപ്സ് ആയിട്ടും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഉള്ള ആൾക്കാരായിട്ടും ഒക്കെ പല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ചിലവരായിട്ട് പേഴ്സണലായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ട്, നോട്ട് ഇൻ എ കമ്പനി ടു കമ്പനി ലെവലിലൊന്നും, ഓർഗനൈസേഷണൽ ലെവലിലായിട്ട് ഇല്ല, പക്ഷെ അല്ലാണ്ട് മെൻറ്റർഷിപ്പ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. അജയൽ മലയാളി എന്നുള്ള എൻ്റെ ചാനലിൽ പ്രൈമറിലി അതിൽ കാണുന്ന ധാരാളം ആൾക്കാർ യങ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, വർക്ക് ചെയ്യുന്നതും സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതൊക്കെ. എനിവേ, അപ്പം പറഞ്ഞു വന്നത് ആ ഒരു എക്കോസിസ്റ്റം കേരളത്തിനുണ്ട്. ലോട്ട് ഓഫ് പീപ്പിൾ ഹാവിങ് ദാറ്റ് ഹോപ്പ് ടു ഡു സംതിങ് ഇൻട്രസ്റ്റിംഗ്, ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്നത്തെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പല മേഖലകളിലേക്കും പോകുന്നൊരു അവസരത്തിൽ എനിക്ക് തോന്നുന്നത് ഈ സ്റ്റാർട്ടപ്പ് ഐഡിയാസ് എവിടെ നിന്നുമാണ് നല്ലൊരു ഐഡിയ ഒരു മൊത്തം സ്ഥലത്തെ തന്നെ എടുത്തു മാറ്റുക എന്നുള്ളതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ആൻഡ് ഐ തിങ്ക് വി ഷുഡ് ഫോക്കസ് മോർ ഓൺ ഇറ്റ്. ഈ സ്റ്റാർട്ടപ്പിനെ പറ്റിയിട്ടും ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രായത്തിലുള്ള ആൾക്കാർ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു റിസ്ക് ടേക്കിങ്ങിനെ കുറിച്ചിട്ടുള്ളതാണ്. അതിനെപ്പറ്റി പഠിക്കുക, മനസ്സിലാക്കുക, കമ്പനികൾ എങ്ങനെ ഗ്രോ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക, ഫൈനാൻഷ്യൽസ് മനസ്സിലാക്കുക, പിന്നെ അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കുക, എങ്ങനെയാണ് ചെറിയൊരു രീതിയിൽ തുടങ്ങിയിട്ട് സംഭവത്തിനെ സ്കെയിൽ ചെയ്യാൻ പറ്റുക. ഇപ്പം എൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ അജൈൽ എന്നുള്ളൊരു മെത്തഡോളജിയാണ്, ഒരു ഫ്രെയിം വർക്കാണ് കമ്പനികളിലൊക്കെ ഉള്ളത്. അതിനെ സ്കെയിൽ ചെയ്തിട്ട് ലാർജർ ഓർഗനൈസേഷനിൽ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിനെയൊക്കെ ചെറിയ രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ വർക്ക് ചെയ്യാം, ധാരാളം സംഭവങ്ങളുണ്ട്. ഒരു ബിസിനസ്സായിട്ട് തുടങ്ങിക്കഴിയുമ്പോൾ, ആദ്യം ബിസിനസ് തുടങ്ങുമ്പോൾ എന്താ, എനിക്ക് എൻ്റെ തന്നെ ഐ വോണ്ട് ടു ബി മൈ ഓൺ ബോസ് എന്നുണ്ട്. പിന്നെ ബിസിനസ് തുടങ്ങിക്കഴിയുമ്പോൾ അറിയാം ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ ബോസ് ആവുന്ന സമയത്ത് നല്ല ബോസ് അല്ല, ഫുൾ ടൈം പണിയായിരിക്കും എന്നുള്ളത്. സോ ദർ ഇസ് ലോട്ട് ഓഫ് സപ്പോർട്ട് ദാറ്റ് ഇസ് നീഡഡ് ഇൻ സ്റ്റാർട്ടപ്പ്. ആ ഒരു ആസ്പെക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ജേർണിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം സെറ്റ് ബാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റീസും അതിന് വേണ്ടിയിട്ടുള്ള സെറ്റ് ബാക്സിന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടും മോട്ടിവേഷനും ഒക്കെ ആവശ്യമാണ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഈ മോട്ടിവേഷൻ വീഡിയോ അല്ല കേട്ടോ, അല്ലാതെ സം കൈൻഡ് ഓഫ് സപ്പോർട്ട് in terms of maybe it is finance, maybe it is investment, maybe it is mentorship, maybe it is ideas, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം മതി, കൊളാബറേഷൻസ്. അപ്പം ഈ ഒരു എക്കോസിസ്റ്റം എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നുള്ള അതിനെ ഇതിനെക്കാട്ടും ഗംഭീരമാക്കണം എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തൊരാൾ വന്നിട്ട്, നിങ്ങൾ ഒരു മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒരാൾ വോട്ടിന് വരുന്ന സമയത്ത്, അല്ല നമ്മളിവിടെയൊക്കെ സ്റ്റാർട്ടപ്പുകളൊക്കെ ഒന്ന് ശരിയാക്കാൻ എന്താണ് വഴി എന്നുള്ളത്. അത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യങ്സ്റ്റേഴ്സിന് ഈ റിസ്ക് ടേക്കിങ്ങിനുള്ള സംഭവം. ഇപ്പോൾ ഒരു ജോലിയിൽ കയറിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം
ജോലിയിൽ തുടരുക, എങ്ങനെ യു വിൽ ബി വാല്യുബിൾ ഫോർ ഇൻ ദ ജോബ്, അതേപോലെ തന്നെ എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണോ, ക്യാൻ യു ഡു സംതിങ് ഇൻ പാരലൽ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്, നമ്മൾക്കൊരു ഐഡിയ ഉണ്ട്, നമ്മളൊരു ഐഡിയ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇഫ് യു ഹാവ് സംതിങ്, നമ്മൾ ആരുടെങ്കിലും എടുത്ത് പോയിട്ട് ഐഡിയ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ആ ഐഡിയ എടുത്തിട്ട് നമ്മളെ പറ്റിക്കുക എന്നുള്ളൊരു സംഭവം. അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. 24-25 വയസ്സുള്ള കുട്ടികൾ അവരുടെ നല്ലൊരു ഐഡിയ വെച്ച് അവർ വിശ്വസിച്ചിട്ട് പല ആൾക്കാരും പറ്റിച്ചിട്ടുള്ള കേസസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ കുറേ രീതിയിലുള്ള ഹെൽപ്പ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ആവശ്യമുണ്ട്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷനായാലും കേരളത്തിലെ മറ്റ് അസോസിയേഷൻസ് ആയാലും ഒക്കെ തന്നെ ദർ ഇസ് ലോട്ട് ഓഫ് സപ്പോർട്ട്. പക്ഷെ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഇതിനെ കൊണ്ടുപോവുക? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി പല പല മേഖലകളിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു അപ്സ്കില്ലിങ്ങിനെ കുറിച്ച്, ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കൂടുതൽ ജോലി സാധ്യതകൾ, ഹൗ കൻ ഐ ബിൽഡ് എ സ്റ്റാർട്ടപ്പ് വിച്ച് വിൽ ആക്ച്വലി ക്രിയേറ്റ് മോർ ജോബ്സ് ആൻഡ് അറ്റ് ദ സെയിം ടൈം മേക്ക് തിങ്സ് ഈസിയർ എന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു സംഭവം. പിന്നെ ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ലേറ്റർ സ്റ്റേജ് കരിയറിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അവരുടെ സ്കില്ല് വെച്ച് ഇത്രയും കാലം പല സ്ഥലത്തും ജോലി ചെയ്തിട്ടോ ബിസിനസ് ചെയ്തിട്ടുള്ള സംഭവം എങ്ങനെയാണ് അവർ, ഹൗ ഡു യു ബിൽഡ് എ ബ്രിഡ്ജ് വെയർ ദ യങ്ങർ ജനറേഷൻ ക്യാൻ വാക്ക് ത്രൂ, റൈറ്റ്? അതേമാതിരി ഇപ്പം റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ റിട്ടയർമെൻറ്റ് ഏറ്റവും വലിയൊരു പ്രശ്നം, ഈ എക്കോസിസ്റ്റംസും ഇങ്ങനെ വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത് സ്റ്റാർട്ടപ്സിൻ്റെ അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അവന്യൂസ് നഷ്ടപ്പെടുക. ഒരാൾ റിട്ടയർ ചെയ്തിട്ട് പിന്നെ ഒന്നും ആ ജോലിയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത്രയും കാലം അവർ ഉണ്ടാക്കിയെടുത്ത എല്ലാവിധ നോളേജും ആർക്കും ഉപകാരപ്പെടാണ്ട് പോകുന്നൊരു സിറ്റുവേഷൻ വരും. സോ ഹൗ ഡു യു മേക്ക് ഷുവർ ദാറ്റ് കുറേ കാലം വർക്ക് ചെയ്തിട്ട് റിട്ടയർ ചെയ്ത ആൾക്കാരെ സ്കൂളുകളിൽ, കോളേജുകളിൽ സ്റ്റാർട്ടപ്പുമായിട്ടും ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോക്സിന് വിളിക്കുക. നമ്മളെ മുമ്പിൽ സാധ്യതകൾ മാത്രമേ ഉള്ളൂ. ആ സാധ്യതകൾ നമ്മളെങ്ങനെ ഏറ്റെടുക്കാൻ പറ്റും, അതിന് വരും മുന്നണികൾ, വോട്ട് ചോദിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് വിഷയം. നബിനേക്കാം.